അപ്പോൾ ആ പേരിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ മുൻതൂക്കം. സംഘടനയിൽ വേണ്ടപ്പെട്ട ഒരാൾ, സംഘടനയിലൂടെ പടിപടിയായി കയറി വന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു അംഗീകാരം ലഭിച്ചാൽ അത് പ്രവർത്തകർക്ക് ഉത്തേജനമാകും. BJPക്ക് തല ഉയർത്തി നിൽക്കാം. ഇത് നിയമസഭയുടെ ഒരു വിജയം കൂടിയാക്കി കേരളം മുഴുവൻ BJP ഭരിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പം ആ നേതാക്കളെയൊക്കെ അവരുടെയൊക്കെ ചിന്തകൾക്ക് ഉപരിയായി കേന്ദ്ര നേതൃത്വവുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു തീരുമാനമെടുത്താൽ ഒരുപക്ഷെ ഈ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ഒന്നിച്ച് കേന്ദ്രത്തിന്റെ ഒരു ആളായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ദീപ്തിയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരു ഫോർമുല അനുസരിച്ച് എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് പക്ഷങ്ങൾ ഒന്നിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട, മിക്കവരും ഉറ്റുനോക്കിയിരുന്ന ശ്രീലേഖയെ മറികടന്ന് വി രാജേഷ് എങ്ങനെയാണ് മേയറായത്? ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. മോഹൻ സാർ, സംസ്ഥാനത്ത് BJPക്ക് ആദ്യമായി ഭരണം കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം കരുതി വച്ചിരുന്ന പേരിൽ അവസാന നിമിഷമാണ് മാറ്റം വന്നത്. അതായത് ഈ ശ്രീലേഖയെ വെട്ടി രാജേഷ് മേയറായത് എങ്ങനെ? തലസ്ഥാന നഗരത്തെ 47ാമത്തെ നഗരസഭ അധ്യക്ഷൻ അല്ലെങ്കിൽ മേയറായി വി രാജേഷ് ചുമതലയേറ്റെടുത്തു. ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും യോജിച്ച അർഹനായ ഒരാൾ, അർഹതയ്ക്ക് ലഭിച്ച അംഗീകാരം. പക്ഷെ അത് വന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ ഒരു പല പുരികങ്ങളും ചുളിയുന്നത്. BJP എന്ന രാഷ്ട്രീയ കക്ഷി, അത് NDA എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാ ജയിച്ചു വന്ന 100ൽ 50 സാമാജികരും അല്ലെങ്കിൽ വാർഡ് കൗൺസിലർമാരും BJPക്കാരാണ്. അപ്പോൾ BJPയുടെ രീതിശാസ്ത്രം എങ്ങനെയാണ് ശ്രീലേഖ IPS ആ മുന്നിൽ നിന്ന് ആ പേര് മാറ്റിയതിനു ശേഷം അവസാന നിമിഷം വി രാജേഷ് എന്ന പേരിലേക്ക് ഉറച്ചത്? ഇതാണല്ലോ ചോദ്യം. യഥാർത്ഥത്തിൽ ഈ സ്വാഭാവികമായി പരിഗണിക്കുകയാണെങ്കിൽ ഈ ശ്രീലേഖ IPS BJPയിൽ ചേരുന്നത് വളരെ വൈകിയാണ്. സർവീസ് കാലഘട്ടമെല്ലാം കഴിഞ്ഞ് എത്തിയ ഒരു മുഖമാണ്. പക്ഷെ വി രാജേഷിന്റെ മുഖം ചിരപരിചിതമായിരുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് നഗരവാസികൾക്ക് വളരെ പരിചിതനായ ഒരു വിദ്യാർത്ഥി നേതാവ്, ABVPയുടെ നേതാവ് എന്ന നിലയിലും, പിന്നീട് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും, പിന്നീട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും, സംഘടനയുടെ BJP എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും എല്ലാം തന്നെ വി രാജേഷ് തലസ്ഥാനത്ത് മാത്രമല്ല കേരളത്തിലാകപ്പാടെ ചിരപരിചിതമായൊരു മുഖമാണ്. ഒരുപക്ഷെ തീരുമാനങ്ങൾ എടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ലേശം വിഭിന്നമാകാം, ഇടതുപക്ഷത്തിൽ നിന്നും വിഭിന്നമാകാം. ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ഒരു രീതിശാസ്ത്രമുണ്ട്. അതനുസരിച്ച് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഉന്നത നേതൃത്വവും, അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന ഉന്നത നേതൃത്വവും ചില ധാരണകളിലാണ് മുന്നോട്ട് പോയത്. കാരണം ഒരു തിരുവനന്തപുരത്ത് ലഭിക്കാനിടയുള്ള വിജയം, ലഭിക്കും എന്ന് അറിയില്ലല്ലോ, തെരഞ്ഞെടുപ്പിന് മുൻപ് ലഭിക്കാനിടയുള്ള വിജയം അങ്ങനെ ലഭിച്ചാൽ അറിയപ്പെടുന്ന ഒരാളെ പാൻ ഇന്ത്യ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടാൻ അറിയാവുന്ന ഒരാൾ, ഉയർത്തിക്കാട്ടിയാൽ അത് നല്ലൊരു ഒപ്റ്റിക്സ് ആകും എന്ന് കരുതുന്ന ഒരാൾ. അങ്ങനെയാണ് ശ്രീലേഖ IPSലേക്ക് ആ പേര് വരുന്നത്. ഉന്നത നേതൃത്വത്തിന്റെ മനസ്സിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ഉന്നത നേതൃത്വം, ഇപ്പോൾ അത് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ആ പേരിനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ മുൻതൂക്കം. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരുപക്ഷെ ശ്രീലേഖ മേയറാകും എന്ന രീതിയിൽ തന്നെ പ്രചരണം ചിലയിടത്തൊക്കെ നടന്നിരുന്നു. പക്ഷെ രാജേഷ് എക്കാലത്തും ഫോർ റണ്ണർ തന്നെയായിരുന്നു, അർഹതയുള്ള ഒരാൾ എന്ന നിലയിൽ സംഘടന ഏറ്റവും സ്വീകാര്യൻ ആയിരുന്നു. അങ്ങനെയാണ് BJPയുടെ സംസ്ഥാനത്തെ രാജീവ് ചന്ദ്രശേഖരനോട് സമരസപ്പെട്ട് നിൽക്കുകയാണ് സംസ്ഥാനത്തെ മറ്റ് നേതാക്കൾ പുറമേ എങ്കിലും 2 ഗ്രൂപ്പുകൾ സജീവമായിരുന്നു. അതായത് വി മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെ സുരേന്ദ്രനൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും, അതുപോലെ കൃഷ്ണദാസ് പക്ഷം എന്ന മറ്റൊരു ഗ്രൂപ്പും സജീവമായിരുന്നു. ഒരുപക്ഷെ ആ ഗ്രൂപ്പ് വഴക്കുകൾക്ക് അതീതമായി പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു വികസന മുഖം എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖറെ BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന പ്രസിഡന്റായി നിയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ RSSന്റെ നേതൃത്വത്തെ രാജേഷുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ല എങ്കിൽ ഇവിടുത്തെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, മറ്റ് ഉന്നത നേതാക്കൾ ഒക്കെ അവരുമായി ബന്ധം പുലർത്തുന്നവരാണ്. RSSനെ ഒരു അപകടം അറിയിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ
RSS എപ്പോഴെല്ലാം BJP പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം BJPയെ താങ്ങി നിർത്തിയിരുന്ന ഒരു ഘടകം RSS ആണ്. 2 ആത്മഹത്യകൾ, ഒരാൾ സീറ്റ് നിഷേധിച്ചത് കൊണ്ടും മറ്റൊരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പെട്ട ഒരാളും ആത്മഹത്യ ചെയ്തപ്പോൾ BJP തുടക്കത്തിൽ തന്നെ, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലായി. അവിടെ നിന്നും സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാനുള്ള ചുമതല ഗൃഹ സന്ദർശനത്തിലൂടെ ഉൾപ്പെടെ ചെറിയ ഗ്രൂപ്പ് യോഗങ്ങളിൽ ഉൾപ്പെടെ RSS ആണ് അത് ഏറ്റെടുത്തത്. അതുകൊണ്ട് RSSന്റെ ഹിതം എന്ത് എന്ന് അറിയാതെ സംഘടനയിൽ, അതായത് കേന്ദ്ര BJPയിലാകട്ടെ, സംസ്ഥാന BJPയിലാകട്ടെ, ജില്ലാ BJPയിലാകട്ടെ, തലസ്ഥാനത്തെ BJPയിലാകട്ടെ ഒരു തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അതാണ് വാസ്തവം. അവിടെയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ രാജീവ് ചന്ദ്രശേഖർ ഒഴികെയുള്ള മറ്റുന്നത നേതാക്കൾ RSSുമായി സംസാരിച്ചപ്പോഴാണ് സംഘടനയിൽ വേണ്ടപ്പെട്ട ഒരാൾ, സംഘടനയിലൂടെ പടിപടിയായി കയറി വന്ന ഒരാൾ, അദ്ദേഹത്തിനൊരു അംഗീകാരം ലഭിച്ചാൽ അത് പ്രവർത്തകർക്ക് ഉത്തേജനമാകും. ദാറ്റ് വിൽ ബി എ ഷോട്ട് ഇൻ ദ ആം ഫോർ ദി ഓർഗനൈസേഷൻ. ഇതൊരു വലിയ ഒരു സാധ്യതയായി കണക്കാക്കി. അല്ല എങ്കിൽ ശ്രീലേഖ IPSന് മേയർ സ്ഥാനം വെച്ച് നീട്ടിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, നല്ല ഒരു വിസിബിൾ ഏബിളാണ്, അഡ്മിനിസ്ട്രേറ്റർ ആണ്, പക്ഷേ ബ്യൂറോക്രാറ്റിക് രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി ഒരു ആത്മബന്ധം സൂക്ഷിക്കാൻ VV രാജേഷിനുള്ള കഴിവ്. VV രാജേഷ് എപ്പോഴും എല്ലാവരെയും കണ്ടാൽ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന ആൾ, സ്വന്തം പാർട്ടിയിൽപ്പെടുന്ന ആളും അല്ലാത്തവരും എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. പാർട്ടി സ്പോക്സ്മാൻ എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ എന്നോടൊപ്പം ഇരുന്നിട്ടുള്ള ആളാണ്. ഞങ്ങൾ വളരെ ഇടപെട്ടിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ അതറിയാം, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും എല്ലാം തന്നെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾക്കൊരു ഇൻസ്പയറിംഗ് കോൺഫിഡൻസ്, അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ശ്രീ VV രാജേഷ് എന്നതുകൂടി മറന്നു പോകരുത്. ഇതെല്ലാം തന്നെ സംഘടനയുടെ തീരുമാനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ വഴക്കമുള്ള രാജേഷിനെ തന്നെ മേയറാക്കിയതിലൂടെ BJPക്ക് എത്രത്തോളം ഗുണമുണ്ടാകും? ഈ രാഷ്ട്രീയ മെയ്വഴക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീലേഖ IPSന് എത്രത്തോളം രാഷ്ട്രീയ മെയ്വഴക്കമുണ്ട്, ഒരു കാര്യം മറച്ചു വയ്ക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും പ്രതികരിക്കേണ്ടാത്തടത്ത് പ്രതികരിക്കാതെ മൗനം പാലിക്കാനും ഒക്കെ എത്രത്തോളം കഴിയും, ഇതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റിക് രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ സംഘടനയിലെ താഴെത്തട്ടിലുള്ള അണികൾക്ക് നേരിട്ട് സ്പീക്കറെ ബന്ധപ്പെടാനോ കാര്യങ്ങൾ ബോധിപ്പിക്കാനോ അതനുസരിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാനോ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടാകുമെന്ന ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ജനകീയ അടിത്തറയുള്ള ജനകീയനായ VV രാജേഷിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് എന്ന ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. കാരണം അവിടെ ഒരു BJP എന്ന പാർട്ടിയുടെ മേന്മയെക്കുറിച്ചൊന്നുമല്ല, ആ ഒരു ഗിവൺ ദ സിറ്റുവേഷൻ, ആ ഒരു ചോയ്സിനകത്ത് ഒരുപക്ഷെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഇനി ഏറെ വരാനുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് BJPയുടെ അഭിമാന പ്രശ്നമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കോർപ്പറേഷൻ ലഭിച്ച വിജയം. അത് ഫ്ലൂക്കിൽ ലഭിച്ചതല്ല, അത് യഥാർത്ഥമാണ്. അത് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മിനിമം തിരുവനന്തപുരം നഗരപരിധിയിലെ 3 മണ്ഡലങ്ങൾ, വട്ടിയൂർക്കാവ് മണ്ഡലം, നേമമണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം, അതെങ്കിലും പിടിച്ചെടുക്കണം. തിരുവനന്തപുരം മണ്ഡലത്തിൽ, അതായത് തീരദേശ മേഖലയടക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കണം. കഴിയുമെങ്കിൽ പിടിച്ചെടുക്കണം. പിന്നെ ഒക്കുമെങ്കിൽ തൊട്ട് തെക്കുള്ള കാട്ടാക്കട മണ്ഡലം കൂടി കൈവശപ്പെടുത്താൻ ആവുകയാണെങ്കിൽ BJPക്ക് തല ഉയർത്തി നിൽക്കാം. കാരണം BJPയുടെ ഒരു വളർച്ച തിരുവനന്തപുരത്ത് വളരെ ജൈവികമായ ഒരു വളർച്ചയാണ്. 1980 BJP തുടങ്ങുന്നു. 1987 തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇപ്പം ഹിന്ദു മുന്നണി എന്ന രൂപത്തിലൊക്കെ മത്സരിച്ച് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും, ആദ്യഘട്ടത്തിൽ പോലും, 84 തെരഞ്ഞെടുപ്പിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഏക സ്ഥലം കേരളത്തിൽ തിരുവനന്തപുരമാണെന്ന് ഓർക്കണം. അതിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. നഗരസഭയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭരണം BJP അല്ലെങ്കിൽ VV രാജേഷിന്റെ കൈകളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് നിയമസഭയുടെ ഒരു വിജയം കൂടിയാക്കി കേരളം മുഴുവൻ BJP ഭരിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാകാനും പോകുന്നില്ല. പക്ഷേ ശക്തമായ സാന്നിധ്യം അറിയിക്കണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ലഭിക്കുന്ന 3-4 സീറ്റുകൾ നിർണായകമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ഒരു ഫോക്കസ് ഏരിയയായി വരുന്നതും തിരുവനന്തപുരം നഗരത്തിലെ ഭരണം ഷോക്കേസ് ചെയ്തുകൊണ്ട് ആ നഗരത്തിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ലഭിക്കാൻ സാധ്യതയുള്ള വൻപൻ വികസന പദ്ധതികൾ, വൻപൻ മണി മേ ബി പംപ്ഡ് ഇൻ ടു ട്രിവാൻഡ്രം സിറ്റി. അത് സാധ്യതയുണ്ട്. കാരണം കേന്ദ്രം ഒന്ന് കനിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് കനിയാൻ പാടില്ല?
കേന്ദ്ര നേതൃത്വം തീർച്ചയായും അഭിമാന പ്രശ്നമായി എടുക്കും. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഷോക്കേസ് ചെയ്യാം. തിരുവനന്തപുരം എന്ന നഗരത്തിന് മറ്റ് ഇൻട്രഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തിലെ തലസ്ഥാന നഗരമാണ്. മറ്റെല്ലായിടത്തും അറിയുന്ന കേരളത്തിലെ ഒരു പേര് തിരുവനന്തപുരമാണ്. അവിടെ BJP ആണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റിടങ്ങളിലെ സാമാന്യം തിളക്കം കുറഞ്ഞ ഒരു പ്രകടനം അതൊക്കെ മറന്നുപോകും. ഇവിടെ വളരെ പ്രധാനമാണ് ഭരണം. അവിടെ ചില നിയമസഭാ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ VV രാജേഷിന്റെ നേതൃത്വം പ്രയോജനം ചെയ്യും. ശ്രീലേഖ IPSനെ ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പരിധിയിലുള്ള, ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കൊടുത്തുകൊണ്ട് അവിടെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് BJP. ഒരുപക്ഷെ അതാണ് ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ മനസ്സിൽ ഒരു പേര് മാത്രമാണ് മേയർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അത് ശ്രീലേഖയുടേതായിരുന്നു. പക്ഷേ അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖറിന് BJPയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നുവെന്നാണ് വാർത്തകൾ. ഇത് രാജീവിന് ഒരു തിരിച്ചടിയല്ലേ? രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നതാണ് പ്രധാനം. അദ്ദേഹം കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലെത്തിയ ആദ്യം ജനതാദൾ പ്രതിനിധിയായും പിന്നീട് BJPയുടെ പ്രതിനിധിയായും ഒക്കെ രാജ്യസഭയിൽ എത്തിയ ഒരു വ്യവസായ പ്രമുഖനാണ്. ഒരു കോർപ്പറേറ്റ് ശൈലിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വഴങ്ങുന്നത്. അപ്പൊ അവിടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ, മറ്റ് ഫാക്ടേഴ്സ്, RSSന്റെ ഇംഗിതം എല്ലാം തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെയൊന്നും യഥാർത്ഥത്തിൽ താഴെ തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഈ VV രാജേഷിനെ പോലെയുള്ള നേതാക്കൾ, അതുപോലെ B സുരേഷിനെ പോലെയുള്ള ശക്തരായ നേതാക്കൾ, അതുപോലെ ഉന്നതരായ കേരളത്തിലെ നേതാക്കൾ K സുരേന്ദ്രൻ, അല്ലെങ്കിൽ V മുരളീധരൻ, ശോഭ സുരേന്ദ്രൻ, അതുപോലെ KV കൃഷ്ണദാസ്, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾ, MT രമേശ്, ഇതൊക്കെ ഉന്നത നേതാക്കളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന BJPയുടെ നേതാക്കളാണ്. അപ്പം ആ നേതാക്കളെയൊക്കെ അവരുടെയൊക്കെ ചിന്തകൾക്ക് ഉപരിയായി കേന്ദ്ര നേതൃത്വവുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു തീരുമാനമെടുത്താൽ ഒരുപക്ഷെ ഈ ഗ്രൂപ്പ് വ്യത്യാസം മറന്ന് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ഒന്നിച്ച് കേന്ദ്രത്തിന്റെ ഒരു ആളായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഹിതത്തെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് അത് തന്നെയാണ് സംഭവിച്ചത്. രാജീവ് ചന്ദ്രശേഖറിന് വ്യക്തിപരമായി ശ്രീലേഖ IPS എന്ന വ്യക്തി മേയറാകണം എന്ന ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടി ആയിരിക്കണം ഒരു കോർപ്പറേറ്റ് ശൈലിയിലുള്ള ഒരാൾ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാഡറിൽ നിന്ന് വരുന്ന IPSകാരി കൂടിയായിരുന്ന ശ്രീലേഖയെ പരിഗണിച്ചത്. ഇതാണ് വിവരം. അത് മാത്രമല്ല, കേന്ദ്ര നേതൃത്വം ആദ്യം മുതൽ തന്നെ ഒരുപക്ഷെ BJPയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ തിരുവനന്തപുരം മേയർഷിപ്പ് എന്നത് ഒരു വലിയ സാധ്യതയായി കണ്ടുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് വന്ന ഒരു ആൾ കൂടിയാണ്. അത് മാത്രമല്ല, മേയർ എന്ന് പറയുന്നത് വലിയ തസ്തികയാണെന്നൊന്നും പറയാനാവില്ല, ആ രീതിയിൽ തസ്തികയാണെന്ന് പറയാനാവില്ല. പക്ഷെ പ്രോട്ടോകോൾ അനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യ അതിഥി, പ്രധാനമന്ത്രി ആയിക്കൊള്ളട്ടെ, വിദേശ രാജ്യ തലവന്മാർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, ആര് വന്നാലും വേദിയിൽ ഒരിരിപ്പിടം പ്രോട്ടോകോൾ അനുസരിച്ച് മേയറുടെ അധ്യക്ഷതയിലാണ് പലപ്പോഴും ഒരു യോഗം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളിൽ നടക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നൽകുന്ന ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒപ്റ്റിക്സ് ഉണ്ട്. അത് വേണ്ട എന്ന് വെക്കാൻ BJPക്ക് ആവില്ല. അവിടെയാണ് ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അനർഗളമായി ഉന്നത വ്യക്തിത്വങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരാൾ, ഒരുപക്ഷെ BJPയുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഏത് നേതാവിനേക്കാൾ കൂടുതൽ തലയെടുപ്പോടെ തിളങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലായിരിക്കണം ശ്രീലേഖ IPSനെ അതിനുവേണ്ടി പരിഗണിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖർ സെറ്റ് ബാക്ക് എന്ന് പറയാനാവില്ല. പക്ഷെ സംസ്ഥാന നേതാക്കൾ കൂട്ടം ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കേന്ദ്രത്തെ അറിയിക്കുകയും കേന്ദ്രം അതിന് വഴങ്ങുകയും ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ മിണ്ടാതിരിക്കുക എന്നതല്ലാതെ മറ്റു മാർഗമില്ല. നോക്കൂ, ഒരു കാര്യം കൂടി ഈ തരുണത്തിൽ എന്റെ മനസ്സിൽ വരുന്ന പറഞ്ഞുകൊള്ളട്ടെ. എറണാകുളം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ട്, ഒറ്റയ്ക്ക്, അല്ലെ UDF സംവിധാനത്തിന് ഭൂരിപക്ഷമുണ്ട്. ആരെ വേണമെങ്കിലും മേയറായി തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ. അവിടെ ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഒരു പേരുണ്ടായിരുന്നു, അത് ദീപ്തി മേരി വർഗീസ് എന്നായിരുന്നു എന്നാണ് പൂർണ്ണമായ വിശ്വാസം. ആരും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആരും അങ്ങനെ വിശ്വസിക്കൂ. ദീപ്തിക്കാണ് അവിടെ തലയെടുപ്പ്. കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാണ്, യുവ നേതാവിന്റെ പേരാണ് ദീപ്തി. അപ്പൊ ദീപ്തിയെ മാറ്റി നിർത്താൻ വേണ്ടി ഒരു ഫോർമുല അനുസരിച്ച് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് പക്ഷങ്ങൾ ഒന്നിച്ചു. അപ്പൊ ലക്ഷ്യം ഒരു പക്ഷേ KC വേണുഗോപാൽ എന്ന ഉന്നത കേന്ദ്രത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേന്ദ്ര നേതാവ് കൂടിയായ KC വേണുഗോപാലിന്റെ താല്പര്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും
മറ്റ് ഗ്രൂപ്പുകളും, അത് AI ഗ്രൂപ്പുകൾ എല്ലാം, മുൻകാല AI ഗ്രൂപ്പുകളും ഇപ്പോൾ സതീശനോടൊപ്പം നിൽക്കുന്ന ആളുകളും എല്ലാം ചേർന്ന് ഒരു ഫോർമുലയിലെത്തി എന്ന് പറയുമ്പോൾ അതും BJP ഇവിടെ തിരുവനന്തപുരത്ത് നടത്തിയ നീക്കവും ചേർത്ത് വായിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും അടിച്ചേൽപ്പിക്കുന്ന ഒരു നേതാവിനെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ഇത് തദ്ദേശമാണ്, വികേന്ദ്രീകൃത ജനാധിപത്യത്തിന്റെ ആഘോഷമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ. അവിടെ തദ്ദേശീയമായ വികാരങ്ങൾ പ്രതിഫലിക്കപ്പെടണം എന്ന് BJPക്കുള്ളിലും കോൺഗ്രസിനുള്ളിലും ആഗ്രഹം ഉണ്ടായി കാണാം. അതിന് ഗ്രൂപ്പുകൾ ഒരു പാലമായി പ്രവർത്തിച്ചിട്ടും ഉണ്ടാകണമെന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ ഒരുപാട് അഴിമതി കഥകളുണ്ട് മുൻ ഭരണസമിതിക്കെതിരെ. ഇത് രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുമോ ഇടതുമുന്നണിക്കെതിരെ? ഒപ്പം ആര്യ രാജേന്ദ്രന്റെ ചെയ്തികളിലെല്ലാം അന്വേഷണം നടത്താൻ രാജേഷ് തയ്യാറാകുമോ? ഇതൊരു വലിയ പ്രഹേളികയാണ്. ഒരു ഭരണം, ഇതും പ്രഥമമായി BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിക്കുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ആദ്യമായിട്ടാണ് ഭരണം ലഭിക്കുന്നത് BJPക്ക്. അപ്പോൾ ഒരു നെഗറ്റിവിസ്റ്റ് ടോണിൽ വിച്ച് ഹണ്ടിങ് അല്ലെങ്കിൽ പഴയകാല വിഴുപ്പ് വീണ്ടും എടുത്തിട്ട് അലക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കാണുകയും ചെയ്യുക എന്നതാണോ? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ഞങ്ങൾക്കിതാ ഒരു ഫ്രഷ് തുടക്കം. ഞാനിതിലെ രണ്ടാമത്തെ ഓപ്ഷൻ BJP സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ പല നേതാക്കൾക്കുമെതിരെ, പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രൻ എന്ന യുവ മേയർക്കെതിരെ വലിയ ആരോപണങ്ങളാണ്. പലതും അഴിമതി ആരോപണങ്ങളാണ്. അഴിമതി അല്ലാത്ത ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ ഒരു വലിയ മേലങ്കി അണിഞ്ഞു നിൽക്കുന്ന ആളാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ CPM എന്ന പാർട്ടിക്ക് ഇപ്പോഴും ശക്തമായ പാർട്ടി തന്നെയാണ് CPM. കേരളത്തിലാകമാനം തിരുവനന്തപുരം നഗരസഭയിൽ പോലും LDFന് 29 സീറ്റുകളുണ്ട്. CPMന്റെ ബലമാണ് കാണിക്കുന്നത്. ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വലിയ ഈ ന്യായീകരണ തൊഴിലാളികൾ CPMന് വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്ന ഒരു കാര്യത്തിൽ ചെറിയ സത്യമുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ, കോർപ്പറേഷൻ ലിമിറ്റിനുള്ളിൽ യഥാർത്ഥത്തിൽ ലഭിച്ച വോട്ടുകളുടെ ആകെ മൂല്യം, ആകെ തുക നോക്കിയാൽ LDFന് ലേശം മേൽക്കൈ BJPയേക്കാൾ 1% താഴെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അത് ഒരു ചുണ്ടുപലകയാണെങ്കിൽ LDFന്റെ അടിത്തറ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ആര്യ രാജേന്ദ്രൻ വലിയൊരു ബാധ്യതയായിരുന്നു. അഴിമതിയുടെ ഒരുപാട് ആരോപണങ്ങൾ, അത് എണ്ണി പറയാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളുമാണ്. അതിനെതിരെ അന്വേഷണം നടത്തുക എങ്കിൽ അതിനേറെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ VV രാജേഷ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ സംസാരത്തിൽ കൂടുതലും പറഞ്ഞത് നികുതി പിരിച്ചെടുക്കുന്നതിന്റെ ആവശ്യകത, വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ആവശ്യകത, 100 വാർഡുകളെയും അല്ലെങ്കിൽ 101 വാർഡുകളെയും ഒന്നായി കണ്ടുകൊണ്ട് വിവേചനങ്ങളില്ലാതെ ഭരണ പ്രതിപക്ഷ കൗൺസിലേഴ്സ്, വാർഡ് മെമ്പേഴ്സ് എന്ന വിവേചനമില്ലാതെ ഫണ്ടുകൾ ലഭ്യമാക്കുകയും വികസന പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക എന്ന ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റൽ അജണ്ട ആണ് സംസാരിച്ചത്. അങ്ങനെയാണ് വേണ്ടത്. ഒരു പാർട്ടി വിത്ത് ഡിഫറൻസ് ആയി BJPയെ കരുതണമെങ്കിൽ ഈ വിഴുപ്പലക്കുക, പഴയ ബാണ്ടക്കെട്ടുകൾ പേര് നടക്കുക, അല്ലെങ്കിൽ നെഗറ്റിവിസ്റ്റ് പൊളിറ്റിക്സ് ആരോപണങ്ങൾ, ഇപ്പൊ ശബരിമല വിഷയത്തിൽ ആരോപണങ്ങളാകാം, മറ്റു വിഷയത്തിൽ ആരോപണങ്ങളാകാം, അത് നെഗറ്റിവിസ്റ്റ് ആണ്. ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, അത് അന്വേഷിക്കണം. അന്വേഷിക്കേണ്ടത് ജെനുവിനായി അന്വേഷിക്കണം. കോർപ്പറേഷൻ ഫണ്ടുകൾ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. കോർപ്പറേഷൻ വാഹനങ്ങൾ അനാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. പൊങ്കാല ഇടുന്നതിന്റെ പേരിൽ, പൊങ്കാല ദിവസം, ആറ്റുകാൽ പൊങ്കാല വലിയൊരു ഉത്സവമാണ്, വലിയൊരു ആവേശമാണ് തിരുവനന്തപുരം നിവാസികൾക്ക്. നടക്കാത്ത പൊങ്കാലയുടെ നടക്കാത്ത കലങ്ങൾ, നടക്കാത്ത ഇഷ്ടികകൾ നീക്കിയതിന്റെ പേരിൽ, നടക്കാത്ത ശുചീകരണത്തിന്റെ പേരിൽ കോടികൾ വകമാറ്റിയിട്ടുണ്ടെങ്കിൽ, എഴുതി മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷിക്കണം, അത് കണ്ടെത്തണം. ഇതൊക്കെ ആരോപണങ്ങൾ ഒരുപക്ഷെ ഇടതുപക്ഷ ഒരു ഭരണം മാറി BJP ഭരണത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി നടക്കേണ്ട അന്വേഷണങ്ങൾ അവിടെ നടക്കും. പ്രായശ്ചിത്തങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടി വരും. അതിനുപരിയായി വിച്ച് ഹണ്ടിങ് മാത്രമായി ഭരണം ഒതുക്കിയാൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിന് അനുരൂപമായിട്ടല്ല അവർ പ്രവർത്തിക്കുന്നതെന്ന് പറയേണ്ടി വരും. നിരവധി അനധികൃത പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് CPM തിരുവനന്തപുരം കോർപ്പറേഷനിൽ. BJP ഇതിനെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ? അനധികൃത നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ, ഇഷ്ടക്കാരെ തിരികെ കയറ്റൽ, പൊതുവിൽ പറഞ്ഞാൽ നിപ്പോട്ടിസം, പൊളിറ്റിക്കൽ ഫേവറിറ്റിസം എന്നൊക്കെ പറയാവുന്ന പ്രവണതകൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുറുപ്പുചീട്ടായിരുന്നു. കാരണം അണികളെ ആത്മവിശ്വാസത്തോടുകൂടി കൂടെ നിർത്താൻ, അണികളുടെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും അധ്വാനിക്കുകയും കഠിനാധ്വാനം ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ചില പ്രയോജനങ്ങൾ, അതാണ് ഈ പ്രയോജനങ്ങൾ പാർട്ടി കൂറായി വളരുകയും വീണ്ടും വീണ്ടും പാർട്ടിയെ തുടർ ഭരണത്തിൽ എത്തിക്കുന്നതിനെ കൈമേയ് മറന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് CPMന്റേത്. അതിന്റെ ഭാഗമായി കോർപ്പറേഷൻ എവിടെയെല്ലാം, തിരുവനന്തപുരം മാത്രമല്ല ഇവിടെയെല്ലാം ഭരണം ലഭിക്കുന്നു, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റാൻ അല്ലെങ്കിൽ അർഹതയെ ഒഴിവാക്കി
ഏതെല്ലാം രീതിയിൽ പാർട്ടിക്ക് മാനേജ് ചെയ്യാവുന്ന ഇടങ്ങളുണ്ടോ അവിടെല്ലാം തന്നെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് വളരെ പ്രകടവുമാണ്. അത് ഒരുപക്ഷെ നടത്തിയ നിയമനങ്ങൾ നിയമാനുസൃതമല്ലെങ്കിൽ പലപ്പോഴും നിയമം അനുശാസിക്കുന്ന ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിയമനങ്ങൾ നടക്കുന്നത്. പക്ഷെ നിയമവിധേയമല്ലാത്ത ഏതെങ്കിലും നിയമനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടെങ്കിൽ ആ കാലാവധിക്ക് ശേഷം അത് പുനഃപരിശോധിക്കാൻ BJP നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിക്ക് കഴിയേണ്ടതാണ്. തീർച്ചയായിട്ടും അവരത് ചെയ്യുമെന്നാണ്. പക്ഷെ ഇടതുപക്ഷം ചെയ്ത ഏതാണ്ട് അതേ രീതിയിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി നഗരവാസികൾ BJPക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകും. അതുകൊണ്ട് ലഭിച്ച മാൻഡേറ്റിനെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല മിസ്റ്റർ VV രാജേഷ് ആൻഡ് ടീം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യമുള്ളത് BJPയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മോദിയെ കൊണ്ടുവരും എന്നത്. BJP പറഞ്ഞതുപോലെ മോദി വരുമോ? തിരുവനന്തപുരത്ത് വികസന രേഖ പ്രഖ്യാപിക്കാൻ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു പോയി കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഇന്ത്യയുടെ ശക്തനായ ഭരണാധികാരിയായ ശ്രീ നരേന്ദ്രമോദി എന്ന ആദരണീയനായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ വെറുതെ തിരുവനന്തപുരം നിവാസികളെ കാണാൻ വരികയും കൈവീശി കാട്ടുകയും നന്ദി എന്ന് പറയുകയും ചെയ്യുക, അത് സ്വാഭാവികം, ഔപചാരികത മാത്രം. പക്ഷേ തിരുവനന്തപുരം നിവാസികൾ BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ ന്യായമായും പ്രതീക്ഷിച്ച ചിലതുണ്ട്. അത് മാത്രമല്ല, തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് BJP കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട്. അതിൽ പലതും ഇത് വാഗ്ദാനങ്ങൾ മാത്രമാണ്. അധികാരം കയ്യിലില്ലാത്തവർക്ക് കൊടുക്കാനാവുന്നത് തങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതിനെങ്ങനെ പണം കണ്ടെത്തും, അതിനെങ്ങനെ ഉണ്ടാവാം. അവിടെയാണ് ഡബിൾ എൻജിന്റെ പ്രയോജനം. സംസ്ഥാന ഗവൺമെന്റ് തീർച്ചയായും ഹോസ്റ്റൈലാണ്, കേന്ദ്രവുമായി ആ രീതിയിൽ സഹകരിക്കില്ല. ഗവർണറുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുകൾ കടന്നു, VC നിയമനവുമായി ബന്ധപ്പെട്ടത്, PM ശ്രീയുമായി ബന്ധപ്പെട്ട പോരാട്ടം ഒക്കെ തന്നെ കണ്ട കേരളമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം എത്തുക? തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ കേന്ദ്ര പദ്ധതികൾ, അത് വിഴിഞ്ഞം പദ്ധതിയുടെ വലിയ ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ കൂടുതൽ ഫണ്ടുകൾ, കൂടുതൽ സ്പീഡിലുള്ള വികസനം, റെയിൽവേയുടെ വികസനം, ഇതെല്ലാം തന്നെ കേന്ദ്രം കനിയുന്നതാണ്. അത് സാമാന്യ ജനത്തിന് അറിയാമല്ലോ. ഇതൊക്കെ കേന്ദ്രം, ഷിപ്പിംഗ് ആൻഡ് റെയിൽ റോഡ്, ഹൈവേസ്, ഇതൊക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഒരു ലെവലാണ്. റിംഗ് റോഡുകളുടെ വികസനം, അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചെയ്യാനാവുമോ കേന്ദ്രത്തിന്, അതിന്റെ വികസനം. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ നയമാണ് ഷിപ്പ് ബിൽഡിംഗ്. ഈ ഷിപ്പ് ബിൽഡിംഗ് ഒരു സംവിധാനങ്ങൾ രാജ്യത്തിന്റെ തുറമുഖങ്ങളോടടുത്ത് എല്ലായിടത്തും ഒരുക്കണമെന്നത് കേന്ദ്രത്തിന്റെ നയമാണ്. ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചതുമാണ്. നയം വലിയ തോതിൽ ഫണ്ട് കിട്ടാൻ സാധ്യതയുള്ളതുമാണ്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞത്തിന് സമീപമുള്ള പൂവാർ മേഖല വികസിപ്പിച്ച് വലിയ രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ ഒരു ഷിപ്പ് ബിൽഡിംഗ് കേന്ദ്രം കൊച്ചി ഷിപ്പ്യാർഡിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കേന്ദ്രം. സ്വാഭാവിക കടലാണ്, 13 കിലോമീറ്ററോളമുള്ള 13 മീറ്റർ ആഴമുള്ള കടലാണ് ഇവിടെ. ആ സ്ഥലത്തെല്ലാം വൻ വികസന സാധ്യതയാണുള്ളത്. അതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രത്തിന്റെ ഫണ്ടിൽ അനുവദിക്കാൻ സാധ്യതയുള്ള അർബൻ റിന്യൂവബിൾ മിഷൻ അനുസരിച്ചുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ അത് കേന്ദ്രം ഇപ്പോൾ അത് ഷോക്കേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു ഒപ്റ്റിക്സ് നൽകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ ഒക്കെ പേറുന്ന അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ടാഗ് പേറുന്ന ബസ്സുകൾ നിരത്തിൽ ഓടിയാൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രി വരാൻ പോകുന്നത് വലിയൊരു ബാന്ധവുമായിട്ടായിരിക്കും, സമ്മാന പൊതിയുമായിട്ടായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതില്ല എങ്കിൽ, സംഭവിക്കുന്നില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ BJPക്ക് സെറ്റ്ബാക്ക് ആക്കാൻ വലിയ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളോടൊപ്പം ഉയരാൻ കേന്ദ്രത്തിൽ സാധിക്കും. പക്ഷെ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. തിരുവനന്തപുരം നഗരത്തിന് വാരിക്കോരി കൊടുക്കുമ്പോൾ മറ്റ് ഇടങ്ങളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ബാക്ക്ലാഷ്, തങ്ങൾ എന്താ രണ്ടാം കെട്ടിലെ മക്കളാണോ എന്ന് കൊച്ചി നഗരവും കോഴിക്കോട് നഗരവും മറ്റിടങ്ങളിലും അകപ്പാടെ BJPക്ക് മേൽക്കോയ്മയുള്ളത് ചില നഗരപ്രദേശങ്ങളാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരു നഗരത്തിന് മാത്രമായി വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നു എന്നത് ഒരുപക്ഷെ എത്രത്തോളം ഗുണമാണ് പാൻ കേരള അടിസ്ഥാനത്തിൽ BJPക്ക് നൽകുക എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. വരും എന്നതുറപ്പാണ്. 50 ദിവസത്തിനുള്ളിലെങ്കിലും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരം സന്ദർശിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ VV രാജേഷ് അധ്യക്ഷത വഹിക്കുന്ന മീറ്റിംഗിൽ തിരുവനന്തപുരം മേയർ നിറഞ്ഞു നിൽക്കുന്ന ഇടത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം വലിയ ഒരു ആത്മവിശ്വാസം BJPക്ക് നൽകും. തിരുവനന്തപുരം ജനതയ്ക്ക്, തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക്, സംവിധായകർക്ക്, നഗരത്തിന് വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകും. അത് ഇമ്മീഡിയറ്റ്ലി ലഭിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദീർഘകാല പദ്ധതികളാണെങ്കിൽ
അതിന്റെ ഫലം ജനങ്ങളിലേക്ക് എത്താൻ വർഷങ്ങളെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം 3-4 മാസത്തിനുള്ളിൽ നടക്കേണ്ടതാണ്. അതിനുള്ളിൽ തന്നെ അത്ഭുതകരമായ മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ശരിക്കും വി രാജേഷിനെ മേയറാക്കിയതോടെ ശ്രീലേഖ അതൃപ്തിയിലാണോ? അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെ തന്നെ വി രാജേഷ് മേയർ സ്ഥാനം ഏറ്റെടുക്കുന്ന ആ ചടങ്ങ് പൂർത്തിയാകും മുന്നേ തന്നെ ശ്രീലേഖ സ്ഥലം വിട്ടിരുന്നു. വൈകിട്ട് രാജേഷ് ശ്രീലേഖയെ കാണാൻ പോയിരുന്നു. എന്നിട്ടും അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നൊക്കെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് ശ്രീലേഖയെ BJP അനുനയത്തിന്റെ പാതയിൽ എത്തിപ്പിക്കുക? IG ശ്രീലേഖ കലിപ്പിലാണ് എന്ന് തോന്നാം. പക്ഷേ ഒരു പ്രൊഫഷണൽ അച്ചടക്കം ആ ലേഡി കാട്ടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പല രൂപത്തിൽ അതൃപ്തി കാട്ടാം. ഒരുപക്ഷെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അതൃപ്തി കാട്ടാം. അങ്ങനെ സംഭവിച്ചില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുത്തു, കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി, എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഇടപെട്ടു. പക്ഷേ ഒരു സ്വകാര്യ ചടങ്ങുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തിന്റെ പകുതിയായപ്പോൾ അവർ വേദി വിട്ട് പോകുന്ന, സദസ്സ് വിട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് ഒരുപക്ഷെ വലിയൊരു പ്രതിപക്ഷം, ഇപ്പോൾ നഗരസഭയിലെ പ്രതിപക്ഷം കോൺഗ്രസും CPM ഒക്കെ ചേർന്ന LDF UDF മുന്നണികളാണ്. അവർക്ക് വലിയ രീതിയിൽ പറയാൻ സാധിക്കുന്ന BJPയിൽ വലിയ തർക്കങ്ങളാണ്. ശ്രീലേഖ തീർത്തും അസംതൃപ്തയാണ്. പക്ഷെ ശ്രീലേഖയെ പോയി സ്പീക്കറും മേയറും ഡെപ്യൂട്ടി മേയറും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെപ്യൂട്ടി മേയറും എല്ലാം ചെന്ന് വീട്ടിൽ ചെന്ന് സന്തോഷപൂർവ്വം അവരോടൊപ്പം സമയം ചെലവഴിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒരു വിജയമൊക്കെ സംഭവിച്ച് അത് ജസ്റ്റ് അധികാരത്തിൽ കയറി വിമർശിക്കുന്നതിനൊക്കെ മുൻപ് കുറച്ച് ഒരു സമയം, ഒരു ബ്രീതിങ് സ്പേസ് കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. പക്ഷേ തീർച്ചയായും ഒരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ട, BJP നയിക്കുന്ന ഭരണകൂടത്തിന് ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. തലനാർ ഓരോ മുൻകാല ചെയ്തികൾ, ഈ പറയുന്ന നേതൃത്വത്തിൽ വരുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള മുൻകാല ചെയ്തികൾ ഉൾപ്പെടെ എണ്ണി പ്രതിപക്ഷം കണക്ക് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം BJPക്ക് ഭരണം കൊടുത്തത് പരാജയമാണ് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത UDF LDF സംവിധാനങ്ങൾക്കുണ്ട്. കാരണം ഈ രണ്ട് സംവിധാനങ്ങളും BJP വിരുദ്ധതയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ല എങ്കിൽ BJPക്ക് ഉള്ളിലെ പടലപ്പിണക്കങ്ങൾ, മറുപക്ഷങ്ങൾ, BJP ഇതര പക്ഷങ്ങൾ ആഘോഷമാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ശ്രീലേഖ IPSനെ കുറിച്ച് കേൾക്കുന്നതിന് സ്ഥിരീകരണമില്ല. പക്ഷെ കേൾക്കുന്നത് ഒന്നുകിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ അനുവാദം കൊടുക്കുന്നു, മത്സരിക്കുന്നു, ജയിക്കുന്നു, MLA ആകുന്നു. അങ്ങനെയെങ്കിൽ നഗരസഭയിൽ ഒരു വേക്കൻസി ഉണ്ടാകും. അവർ മത്സരിച്ച ശാസ്താമംഗലം വാർഡ് ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. അത് BJPക്ക് ജയിച്ചു വരാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ഒരു ഹങ് സിറ്റുവേഷൻ വന്നേക്കാം. അത് BJP ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി മത്സരിച്ച് പരാജയപ്പെടുന്നു എങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഓഫർ ചെയ്തിട്ടുണ്ട് എന്നതാണ് പൊതുവെ ഉള്ള ഒരു നിഗമനം. അങ്ങനെ വളരെ വാല്യുബിൾ ഒരു റിസോഴ്സാണ്. ഇത്രയും ഉന്നത സ്ഥാനത്തിരുന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതും ജയസാധ്യത വളരെ കുറവുള്ള BJP എന്ന കേരളത്തിലെ മൂന്നാം കക്ഷിയിലേക്ക് കടന്നു വരുമ്പോൾ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ കൂടുതൽ ആളുകൾ, കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ വൻപൻ സ്രാവുകൾ BJPയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് തീർച്ചയായും വളരെ കെയർഫുള്ളായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖയുടെ ഒരു അതൃപ്തി.